പ്രിയ സഹോദരങ്ങളെ, മനുഷ്യമക്കൾക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന യേശുവിൻ്റെ ഹൃദയം ക്രിസ്ത്യാനികളായ ഓരോ മക്കളും കണ്ടിട്ടുണ്ടാകും. ഓരോ ക്രിസ്ത്യാനിയുടെ കുടുംബത്തിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ദി ഗോസ്പൽ ഓഫ് യൂക്കറിസ്റ്റ് എന്നാണ് പറയുക. ഈ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ലുഗിനോസ് എന്ന പടയാളി കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ അവിടെ നിന്ന് തിരുരക്തവും തിരുജലവും പുറപ്പെട്ടു എന്ന്. കർത്താവിന് മനുഷ്യമക്കളോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോൾ നമുക്ക് അവൻ ദാനമായി തന്നതാണ് അവൻ്റെ ജീവൻ, അവൻ്റെ ഹൃദയം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോൾ അവൻ തന്നതാണ് പുത്രനെ. പുത്രന്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോൾ അവൻ നമുക്ക് അവനെ തന്നെ തന്നു. യേശുവിൻ്റെ ഈ തിരുഹൃദയത്തെക്കുറിച്ച് ഫ്രാൻസിലെ പരലേമോണിയോ എന്ന് പറയുന്ന വിസിറ്റേഷൻ മഠത്തിലെ അംഗമായിരുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചൊരു വലിയ വെളിപ്പെടുത്തൽ കൊടുത്തിരിക്കുന്നത്. 1673 മുതൽ 1675 വരെ ഈശോയുടെ തിരുഹൃദയം ആ മകൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക. ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരലുകൊണ്ട് താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഈശോയുടെ ഫോട്ടോ. ഹൃദയത്തിന്റെ മുൻഭാഗത്ത് ഒരു കുരിശുണ്ട്. തൊട്ടു താഴെ ഒരു സ്നേഹാഗ്നി ജ്വാലയുണ്ട്. ഒരു മുടി ഹൃദയത്തെ വലയം ചെയ്തിരിക്കുന്നു, മുൾമുടി. ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. 1856 ഈ തിരുഹൃദയ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. 1899 13-ാം ലയോ മാർപ്പാപ്പ മനുഷ്യവർഗം മുഴുവനെയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഈ തിരുഹൃദയ വണക്കം ആചരിക്കുന്നവർക്ക് 12 വാഗ്ദാനങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട്. ഈ 12 വാഗ്ദാനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തിരുഹൃദയത്തെ വണങ്ങുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളാണിവ. പല വിശുദ്ധാത്മാക്കളിലൂടെ ദൈവം മനുഷ്യർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ആ വാഗ്ദാനങ്ങൾ നാം പാലിച്ചാൽ നമുക്ക് കർത്താവ് തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം നൽകുമെന്നാണ് നാം പഠനങ്ങളിൽ കാണുക. ഈശോ മേരി മാർഗ്രറ്റ് അലക്കോക്ക് വഴി ലോകത്തിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ്. ഈശോയുടെ തിരുഹൃദയം മേരി മാർഗ്രറ്റിന് കാണിച്ചു കൊടുത്ത ആ തിരുഹൃദയ ഫോട്ടോ ഓരോ കുടുംബങ്ങളിലും വെച്ച് നാം ആരാധിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. അതാണ് ഒന്നാമത്തെ വാഗ്ദാനം. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കും. അതാണ് രണ്ടാമത്തെ വാഗ്ദാനം. ക്ലേശങ്ങളിൽ ആശ്വാസം കൊടുക്കും. മരണനേരത്ത് അഭയം കൊടുക്കും. എല്ലാ പരിശ്രമങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഈശോയുടെ തിരുഹൃദയം വണങ്ങുമ്പോൾ ഈ തിരുഹൃദയത്തിന് യോജിച്ച രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതവും. പാപികൾക്ക് കരുണ കൊടുക്കും. മന്ദഭക്തർക്ക് തീക്ഷ്ണത കൊടുക്കും. തീക്ഷ്ണതയുള്ളവർ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. അതുപോലെ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി പുരോഹിതന്മാർക്ക് കൊടുക്കും. ഈ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് എന്തുമാത്രം കൃപകളാണ് ഒഴുകുന്നത് മേരി മാർഗ്രറ്റ് കാണുന്നത്. 9 ആദ്യ വെള്ളിയാഴ്ചകളിലെ ഭക്തി മേരി മാർഗ്രറ്റിലൂടെയാണ് തുടങ്ങുക. ഈ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന കൈക്കൊണ്ട് മരിക്കുന്നവർക്ക് കർത്താവ് നല്ല മരണവും കൊടുക്കും. ഈശോയോടൊപ്പം വസിക്കാനുള്ള വലിയ അനുഗ്രഹവും കൊടുക്കുമെന്നാണ് പറയുക. മേരി മാർഗ്രറ്റ് അലക്കോക്കിന് പരിശുദ്ധ തൃത്വം ദർശനം കൊടുത്തു അത്രേ. പിതാവ് മുള്ളുകൾ നിറഞ്ഞ ഒരു കുരിശ് മേരിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മകളെ നീ നോക്കുക, എൻ്റെ മകന് വേണ്ടി ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ നിനക്കും ചെയ്തിട്ടുള്ളത്. അതിലൊരു കുറവും വരുത്തിയിട്ടില്ല. മേരിയുടെ തലയിൽ മുൾമുടിയാണ് വെച്ചു കൊടുത്തത്. പിന്നീട് പുത്രൻ തമ്പുരാനാണ് പ്രത്യക്ഷപ്പെട്ട്. പുത്രൻ തമ്പുരാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കുരിശിനോട് കൂട്ടിച്ചേർക്കും, എൻ്റെ വിശ്വസ്ത സുഹൃത്താക്കും. സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് സഹോദരങ്ങളെ. നാം ഓർക്കുക, ജീവിതത്തിൽ സഹനങ്ങളില്ലാതെ ധാരാളം സമ്പത്തും ധാരാളം പ്രശസ്തിയും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നാം വിചാരിക്കുക. മേരി മാർഗ്രറ്റ് അലക്കോക്കിനോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ കുരിശിനോട് കൂട്ടിച്ചേർക്കും.
കുരിശിനോട് കൂട്ടിച്ചേർക്കുന്നവരാണ്, സഹനത്തോട് കൂട്ടിച്ചേർക്കുന്ന ആത്മാക്കളാണ് എൻ്റെ വിശ്വസ്ത സുഹൃത്തുക്കൾ എന്നാണ് മേരി മാർഗരറ്റിന് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മേരിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പാപികൾ എന്നെ ഈ വിധമാക്കി മോളെ, എന്നെ കണ്ട് സങ്കടപ്പെടുന്നതിനും എൻ്റെ സങ്കടത്തിൽ പങ്കുചേരുന്നതിനും ആരുമില്ല, നിനക്ക് കഴിയുമോ എന്ന്. നമുക്കറിയാം, എല്ലാ വിശുദ്ധരും കർത്താവ് സഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ സഹിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെല്ലാം വിശുദ്ധരായിട്ടുണ്ട്. പോളണ്ടിലെ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയ്ക്കാണ് അടുത്തതായിട്ട് കർത്താവ് തിരുഹൃദയത്തെക്കുറിച്ച് ഒരു വിഷൻ കൊടുക്കുന്നത്. ഒരു സായം സന്ധ്യയിൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ മുറിയിലേക്ക് കർത്താവ് വന്നിട്ട് കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ചിത്രം, ആ നിലയിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് 2 പ്രകാശധാരകൾ പോകുന്നത് സിസ്റ്റർ ഫൗസ്റ്റീന കണ്ടു. അതിലൊന്ന് രക്തത്തെയും ഒന്ന് ജലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ വെള്ളരശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന ജലം, അതായത് വിശുദ്ധ മാമോദീസയാണെന്നും അതിൽ ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തം, അത് പരിശുദ്ധ കുർബാനയാണെന്നും കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. യേശുവിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകി ആത്മാക്കളെ പിതാവിൻ്റെ ക്രോധത്തിൽ നിന്നും രക്ഷിക്കാൻ കർത്താവ് ദാനമായി കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ദിവ്യമായ രക്തവും ദിവ്യമായ ജലവും. കർത്താവ് അതുകൊണ്ട് ഫൗസ്റ്റീനായോട് പറഞ്ഞു, ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായിട്ട് നീ ആചരിക്കണം. മാത്രമല്ല, ഇതിങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നീ ലോകം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തണം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദിവ്യമായ രക്തം മാത്രമേ ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മെ രക്ഷിക്കാനായിട്ട് യോഗ്യതയുണ്ടാകുകയുള്ളൂ. മറ്റൊന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കർത്താവ് പല ഭക്താത്മാക്കളോട് പറഞ്ഞു വെക്കുക. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഇപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയാണ് എന്ന് ലോകം മുഴുവൻ പ്രഘോഷിക്കണമെന്ന് സിസ്റ്റർ ഫൗസ്റ്റീനായോട് കർത്താവ് പറഞ്ഞു വെച്ചു. കർത്താവ് സിസ്റ്ററിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഹൃദയം കൂടുതൽ സഹിച്ചപ്പോഴാണ് മകളെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും കുതിച്ചു ചാടിയത്. കാരണം അവസാനത്തെ ഒരു കുത്ത്, അവസാനത്തെ സഹനം, അത്രമാത്രം സഹനം സഹിച്ചതിൻ്റെ മൂർധന്യത്തിലാണ് ഹൃദയം പിളർക്കുക. അതുപോലെ കർത്താവ് പറഞ്ഞു, നീ കൂടുതൽ സഹിക്കുമ്പോഴാണ് എന്നെ നീ കൂടുതൽ സ്നേഹിക്കുക. സഹനമില്ലാത്തപ്പോൾ സ്നേഹം നിർമ്മലമല്ല എന്നാണ് വിശുദ്ധയായ ഫൗസ്റ്റീനാമ്മ പറയുന്നത്. സഹിച്ച് സ്നേഹം കൊടുക്കുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം. നാം മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് SSLC പരീക്ഷയ്ക്ക് കുട്ടികൾ ഒരുങ്ങുകയാണ്. ദ്രുതഗതിയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പഠിച്ച് സഹനമേറ്റെടുത്ത് പഠിച്ച് അവർ പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുമ്പോൾ അതിലൊരു സംതൃപ്തിയുണ്ട്. എന്നാൽ കോപ്പി അടിച്ച് ഒരു കൂട്ടം കുട്ടികൾ വിജയം നേടിയെടുക്കുന്നുണ്ട്. ഇതിൽ ആരെയാണ് ലോകം അംഗീകരിക്കുക? പഠിച്ച് ജയിച്ച മക്കളെയാണ്. അതുപോലെ ഓട്ടത്തിൻ്റെ മത്സരം വരുമ്പോൾ സഹനങ്ങൾ ഏറ്റെടുത്ത് ഓടിക്കഴിഞ്ഞ് സമ്മാനം കിട്ടുമ്പോൾ അതിലൊരു സംതൃപ്തിയുണ്ട്. ഇത് ലോകത്തിൻ്റെ തത്വമാണ്. സഹിക്കുന്ന ഹൃദയമാണ് സ്നേഹിക്കുന്ന ഹൃദയം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. മറ്റാരിൽ കൂടെയും നൽകാത്തൊരു ദണ്ഡവിമോചനമാണ് ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലൂടെ ഫൗസ്റ്റീനാമ്മ വഴി നമുക്ക് ലോകത്തിലേക്ക് തന്നിട്ടുള്ളത്. വീണ്ടും 1985 മുതൽ സൗത്ത് അമേരിക്കയിലെ മൗറിൻ സ്വീനി കെയിൽ എന്ന വനിതയ്ക്ക് യേശുവും അമ്മയും നിരന്തരം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പരിശുദ്ധമായ സ്നേഹത്തിന്റെ സങ്കേതമായ മറിയത്തിന്റെയും യേശുവിന്റെയും സംയുക്ത ഹൃദയങ്ങളുടെ വെളിപ്പെടുത്തലുകൾ എന്നാണ് ആ വനിതയ്ക്ക് യേശു ഈ വെളിപ്പെടുത്തലിനെ പറയുന്നത്. ഹോളി ലവ് മിനിസ്ട്രി എന്നാണിത് അറിയപ്പെടേണ്ടത് എന്ന് ഈശോ ആവശ്യപ്പെട്ടു. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന്റെ തിരുനാളിൽ മൗറിൻ എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു പുതിയ വെളിപ്പെടുത്തൽ കൊടുത്തു. ഇത് ലോകം മുഴുവൻ അറിയിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈശോയുടെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ ലോകത്തെ അറിയിക്കുക. കർത്താവിൻ്റെ ഓരോ വെളിപ്പെടുത്തലുകളിലൂടെയും അനേകം ആത്മാക്കൾ രക്ഷപ്പെടുമായിരിക്കും. കർത്താവ് നീതിയുടെ ദിവസം നമ്മോട് കണക്ക് ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവ് മേരി മാർഗ്രറ്റ് അലക്കോക്കിലൂടെ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയിലൂടെ
ഇപ്പോൾ മൗറിൻ സ്വീൻ കെയിൽ എന്ന് പറയുന്ന സഹോദരിയിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്നത് കർത്താവിന്റെ ഹൃദയത്തിന് മനുഷ്യമക്കളോടുള്ള സ്നേഹം എന്തുമാത്രമുണ്ട്, ഏതൊക്കെ വിധത്തിലൂടെ എത്രയൊക്കെ തരത്തിലൂടെയാണ് ഈശോ നമ്മെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. പല വഴികൾ അവൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ അവസാനം കൊടുത്ത ദർശനം ഇങ്ങനെയാണ്. കർത്താവിന്റെ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഹൃദയത്തില് 6 അറകളെ കാണിച്ചു കൊടുത്തു. 6 അറകൾ. എന്നിട്ട് മോക്ഷപ്രാപ്തിയുടെയും വിശുദ്ധിയുടെയും പൂർണ്ണതയുടെയും ഐക്യത്തിന്റെയും മാർഗം ഇതാണ് മകളെ എന്നാണ് പറയുന്നത്. പിതാവിൻ പക്കലേക്ക് നമ്മെ നയിക്കുന്ന ഈശോയുടെ ഹൃദയമാണ് കാണിച്ചത്. കർത്താവായ ഈശോ മിശിഹ ലോകത്തിലേക്ക് വന്നതിന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പിതാവിലേക്ക് മനുഷ്യമക്കളെ ആനയിക്കുക. അതിനാണ് അവൻ പരിശുദ്ധ കുർബാനയായി മാറിയത്. ഇനിയും കർത്താവ് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് ഈ ലോകത്ത്. അതിന്റെ പിന്നിലെ ഉദ്ദേശവും പിതാവിലേക്ക് മനുഷ്യരെ നയിക്കുക. ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്നും ഞാൻ മരിച്ച് അങ്ങനെ മണ്ണടിഞ്ഞു പോയൊരു ദൈവമല്ല എന്നും മനുഷ്യമക്കളെ ബോധ്യപ്പെടുത്താനാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. നന്മയിലേക്ക് നയിക്കുന്ന ഏതൊരു വെളിപ്പെടുത്തലുകളും നമുക്ക് അംഗീകരിക്കാം. തിന്മയിലേക്കും ഭയത്തിലേക്കും നയിക്കപ്പെടുന്ന ഒരു വെളിപ്പെടുത്തലുകളും നാം അംഗീകരിക്കേണ്ടതില്ല. ഈ മൗറിൻ സ്വീനി കെയിൽ എന്ന് പറയുന്ന സഹോദരിക്ക് പരിശുദ്ധ പിതാവിൽ നിന്ന് സമ്മതം വാങ്ങി അവർ ഇത് ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ ഹൃദയം 6 അറകളുള്ളതായി കർത്താവ് കാണിച്ചു കൊടുത്തു. അതിൽ 1-ാമത്തെ അറ ഈശോ പറഞ്ഞു, എൻ്റെ 1-ാമത്തെ അറയിൽ നിങ്ങൾ കയറുക. അത് പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ്. ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ എല്ലാവരേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ അവൾ നിങ്ങളെ പഠിപ്പിക്കും. പാപത്തേക്കാൾ അധികം ഒരു പാപം ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് സൃഷ്ടവസ്തുക്കളേക്കാൾ വ്യക്തികളേക്കാൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുക, പിതാവിനെ സ്നേഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇപ്പോൾ ഈശോ വെളിപ്പെടുത്തുകയാണ്, എൻ്റെ ഹൃദയത്തിൽ 6 അറകളുണ്ട്, അതിൽ 1-ാമത്തെ അറ പരിശുദ്ധ അമ്മയാണ്. ഇനി 2-ാമത്തെ അറ കർത്താവ് പറഞ്ഞു, അത് വിശുദ്ധിയുടെ അറയാണ്. ഈ വിശുദ്ധിയുടെ അറയിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന മാറ്റം? സ്വന്തം ഇഷ്ടങ്ങളെ മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ അടിയറവ് വെക്കാനുള്ള കൃപ. അതാണ് 2-ാമത്തെ അറ. ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹം, അതാണ് 2-ാമത്തെ അറ. ഹെബ്രായർക്കുള്ള ലേഖനം 12:15 നാം കാണും, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധി എവിടെ നിന്ന് വരും? സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് വിശുദ്ധി വരും. എല്ലാം അടിയറവ് വെക്കുന്ന ഒരു സ്നേഹം. 3-ാമത്തെ അറ പൂർണ്ണതയാണ്. പൂർണ്ണത, സുഹൃതങ്ങളിൽ പൂർണ്ണത, എളിമയും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആദ്യത്തെ അറയാകുന്ന പരിശുദ്ധ അമ്മയിൽ പ്രവേശിച്ചാൽ ആ അമ്മ നമ്മളെ 2-ാമത്തെ അറയാകുന്ന വിശുദ്ധിയിലേക്ക് എത്തിക്കും. വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നാം എത്തിക്കഴിഞ്ഞാൽ 3-ാമത്തെ അറയായ പൂർണ്ണതയിലെത്തും, സുഹൃതങ്ങളുടെ പൂർണ്ണതയിലേക്ക്. വിശുദ്ധി നിറഞ്ഞ സ്നേഹത്തോടെ സകല പുണ്യങ്ങളിലും നാം പൂർണ്ണത കൈവരിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ൽ നിങ്ങൾ പൂർണ്ണരായിരിക്കുവിൻ, നിങ്ങളുടെ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 4-ാമത്തെ അറയാണ്. 4-ാമത്തെ അറ ദൈവഹിത അനുസരണം, ദൈവത്തിന്റെ ഹിതത്തിനോട് അനുരൂപപ്പെടുന്ന അവസ്ഥയാണ്. നമ്മുടെ ഹിതത്തെ ദൈവത്തിന്റെ ഹിതത്തോട് അനുരൂപപ്പെടുത്തുക. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം എന്ത് ആഗ്രഹിക്കുന്നു അത് ദൈവം നടത്തിത്തരുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നു അത് നമ്മുടെ ഇഷ്ടമായി നാം സ്വീകരിക്കുക. അതാണ് ദൈവഹിതത്തിന് അനുരൂപപ്പെടുന്ന അവസ്ഥ. ഇപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ദൈവം ഒരു മാറാരോഗം നമുക്ക് വെക്കുന്നു, വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം തമ്പുരാന്റെ ഈ പദ്ധതിക്ക് അനുരൂപപ്പെടുന്നു. ഇതാ കർത്താവിന്റെ ദാസി, സന്തോഷത്തോടു കൂടെ ഈ രോഗത്തിന്റെ അവസ്ഥ നാം ഏറ്റെടുക്കുന്നു. ഇതാണ് 4-ാമത്തെ അറ. നമ്മെ നമ്മുടെ പ്രവർത്തകർ, സഹപ്രവർത്തകർ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. തമ്പുരാൻ
അതിന് വിപരീതമായി എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുന്നു. 4-ാമത്തെ അറയിൽ പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ അമ്മ ശക്തി തരും. ഇത് ദൈവിക പദ്ധതിയാണ്. അവരുടെ ഈ ഒറ്റപ്പെടുത്തൽ, അവരുടെ ഈ നിന്ദിക്കൽ, അവരുടെ ഈ ചതിക്കൽ, വഞ്ചിക്കൽ, സ്നേഹമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമായി സ്വീകരിക്കും. 4-ാമത്തെ അറയിൽ പ്രവേശിച്ചാൽ മനുഷ്യഹൃദയം അങ്ങനെയാണ് ചിന്തിക്കുക. വീണ്ടും 5-ാമത്തെ അറ കർത്താവ് കാണിച്ചു. ആ അറയിൽ വെച്ച് ദൈവത്തിൻ്റെ ഹിതവുമായി നാം ഐക്യപ്പെടും. ദൈവഹിതം പൂർണ്ണതയിൽ നാം സ്വീകരിക്കും. മാത്രമല്ല, അത് സ്വീകരിക്കുക മാത്രമല്ല, അതിനെ നമ്മൾ സ്നേഹിക്കും. കുറവുകളെ നോക്കി നാം കുറ്റപ്പെടുത്തില്ല. കുറവുകളെ നോക്കി നാം പഴിചാരില്ല. നാം എന്തു പറയും? ഇതാണ് ദൈവിക പദ്ധതി. ഇതിനെ അകമഴിഞ്ഞ് സ്നേഹിക്കാനുള്ള അവസ്ഥയിലേക്ക് നാം എത്തും 5-ാമത്തെ അറയിൽ. ഈ 5 അറകളും കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് മൗറിനോട് പറഞ്ഞു, നീ ഈ 5 അറയിലൂടെയും പ്രവേശിച്ചാൽ 6-ാമത്തെ അറ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പിതാവിൻ്റെ വാസസ്ഥലമാണ്, സ്വർഗമാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന നമുക്ക് ഒരു തീരുമാനമെടുക്കാം. പരിശുദ്ധ അമ്മയാകുന്ന അറയിലേക്ക് പ്രവേശിച്ച് അമ്മ നമ്മെ കൈപ്പിടിച്ച് നടത്തുമ്പോൾ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന് വിശുദ്ധി നിറഞ്ഞ നാം സുഹൃതങ്ങളിൽ പൂർണ്ണത പ്രാപിച്ച് വീണ്ടും 4-ാമത്തെ അറയായ ദൈവഹിതത്തോട് അനുരൂപപ്പെടുത്താൻ നമ്മെ തന്നെ നാം ഒരുക്കി 5-ാമത്തെ അറയായ സകലതും കർത്താവിന് സമർപ്പിക്കുന്ന ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവത്തോടെ പിതാവിൻ്റെ അറയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായി ശ്രമിക്കാം. അടുത്ത കാലത്ത് ഫ്രാൻസിസ്ക മരിയ എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക്, കർമ്മല കന്യാസ്ത്രീക്ക് കർത്താവ് കൊടുത്ത സന്ദേശം ഇപ്രകാരമാണ്: അളവില്ലാത്ത കൃപകൾ സ്വന്തമാക്കാൻ എൻ്റെ തിരുഹൃദയ മുറിവിന് വണങ്ങുക. സാത്താൻ ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറിക്കൊണ്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് സഹോദരങ്ങളെ ഈ ആധുനിക കാലഘട്ടം. കർത്താവ് അതിനനുസരിച്ച് പല ഭക്ത ആത്മാക്കളോടും വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ തിരുഹൃദയത്തിൻ്റെ മുറിവിലേക്ക് നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും നിങ്ങൾ സമർപ്പിക്കുക. എൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അമൂല്യമായ തിരുരക്തത്തിനെ യാചിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന അമൂല്യമായ തിരുരക്തം ഈ ലോകത്തിൽ എവിടെയൊക്കെ സാത്താൻ്റെ അരൂപികൾ ഉണ്ടോ അവിടേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ യാചന കേട്ട് ഞാൻ ഈ ലോകത്തെ രക്ഷിക്കും. ഫ്രാൻസിസ്ക മരിയ എന്ന സഹോദരിയോട് കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, ഈ പ്രാർത്ഥന ലോകം മുഴുവൻ നിങ്ങൾ കൈമാറുക. ഏറ്റവും ദിവ്യമായ ഹൃദയം സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹപ്രളയത്തെക്കുറിച്ച് നീ മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ തുറക്കപ്പെട്ട ഹൃദയം അതിൻ്റെ മുറിവിൽ കൃപകളുമായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ഈ സ്നേഹം കരകവിഞ്ഞൊഴുകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഒരു പുരോഹിതൻ പറയുമ്പോൾ വീണ്ടും കുത്തിത്തുറക്കപ്പെടുന്ന ഹൃദയം, അതെന്തിനാണ് കുത്തിത്തുറക്കപ്പെടുന്നത്? കർത്താവ് പറയുകയാണ്, കടങ്ങളുടെ പൊറുതിക്കായി, പാപങ്ങളുടെ മോചനത്തിനായി, ഹൃദയ വിശുദ്ധീകരണത്തിനായി, നിത്യജീവനായിട്ടാണ് ഇത് തുറക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ തുടിക്കുന്ന ഹൃദയം ഇന്നും നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1996 ഓഗസ്റ്റ് 18 അർജന്റീനയിലെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ ഫാദർ അലക്സാൻഡ്രോ കാർമികനായി ഒരു ബലിയർപ്പിക്കുമ്പോൾ അവിടെയുള്ളൊരു വൃദ്ധ സ്ത്രീ വന്നു പറഞ്ഞു, കുർബാന സ്വീകരണത്തിന്റെ സമയത്ത്, ഫാദർ, ഒരു തിരുവോസ്തി അവിടെ തിരിക്കാലിൽ, മെഴുതിരിക്കാലിൽ കിടക്കുന്നു. ആ ഫാദർ അത് കുർബാന കഴിയുമ്പോൾ ചെന്ന് എടുത്ത് ബഹുമാന പുരസ്സരം എടുത്തു വെച്ചു സങ്കീർത്തിയിൽ കൊണ്ടുവന്നു. ഇങ്ങനെ വാഴ്ത്തപ്പെട്ട തിരുവോസ്തി ഇങ്ങനെ കളഞ്ഞു ലഭിക്കുമ്പോൾ അവരത് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് ലയിപ്പിക്കാൻ വെക്കും. എന്നിട്ട് അത് പിന്നീട് എടുത്ത് ബേസിനിൽ ഒഴുക്കിക്കളയും. ഭൂമിയിലേക്ക് അതിൻ്റെ വാൽവ് വെച്ചിട്ടുണ്ടാകും. ഈ പുരോഹിതൻ അതെടുത്ത് വെള്ളത്തിൽ വെച്ച് ലയിപ്പിക്കാൻ വെച്ച് അലമാരിയിൽ വെച്ചടച്ചു. അത് പെട്ടെന്ന് മറന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ആ ഹൃദയം അത് ഒരു ഹൃദയമായിരുന്നു തുടിക്കുന്നതാണ് കാണുന്നത്. ഉടനടി അദ്ദേഹം അന്ന് ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ബെർഗോളിയോ പിതാവിനെ അറിയിച്ചു. നിങ്ങൾക്കറിയാം, ജോർജ് ബെർഗോളിയോ പിതാവാണ് ഇന്ന് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ. 1999 ഒക്ടോബർ 5 ഡോക്ടർ റിക്കാർഡോ കെസ്റ്റനൻ എന്ന് പറയുന്ന ഒരു പഠന സംഘത്തിന്റെ കയ്യിൽ പരിശുദ്ധ പിതാവ് ഇത്
പരിശോധനയ്ക്കായിട്ട് വെച്ചു. ഈ ഡോക്ടർ റിക്കാർഡോ കാസ്റ്റനിന്റെ ഒരു സ്വഭാവം, അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം കള്ളത്തരങ്ങളാണെന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ആളായിരുന്നു. ഇദ്ദേഹം വീണ്ടും ഈ ഡോക്ടർ ഫ്രെഡറിക് സുഗിബെ എന്ന് പറയുന്ന ഡോക്ടറുമായി ചേർന്ന് ഇത് പരിശോധിക്കുക. പരിശുദ്ധ പിതാവ് കൊടുത്ത ഈ ഒരു തുടിക്കുന്ന ഈ ഹൃദയത്തിന്റെ ഒരു പീസ് എടുത്തിട്ടാണ് പരിശുദ്ധ പിതാവ് അവർക്ക് കൊടുത്തത്. ഇതെന്താണെന്നൊന്ന് പരിശോധിച്ചറിയേ. വലിയ സയന്റിസ്റ്റുകൾ വന്ന്, ശാസ്ത്രജ്ഞന്മാർ വന്ന് പരിശോധിച്ചു. ഇത് തുടങ്ങിയപ്പോൾ മുതൽ പിതാവിന് ഫോൺ കോളുകളാണെന്നാണ് പറയുക. പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂരന്മാരാണ് ക്രിസ്ത്യാനികൾ. ഒരു മനുഷ്യന്റെ ഹൃദയം പറിച്ചെടുത്ത് അതിൽ നിന്നൊരു ഭാഗമെടുത്ത് ഇതെന്താണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു എന്ന്. പിതാവ് വന്നു, എന്താണ് സഹോദര പ്രശ്നം? അപ്പോൾ അവർ പറയുകയാണ്, ഇത്രയും ക്രൂരരാവാൻ പാടില്ല. ഈ മനുഷ്യനെ കുറച്ചു നേരം മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴും വെള്ള രക്താണുക്കൾ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ ഈ ജീവന്റെ തുടിപ്പ് ഇതിലുണ്ടോ എന്ന്. ആ എടുത്ത സാമ്പിൾ പീസിൽ അവർ പറഞ്ഞു, ശ്വേതരക്താണുക്കളെല്ലാം പോയി, ഇനി ഇത് മരിച്ചു കഴിഞ്ഞു, എങ്കിലും ഇത് ഭയങ്കര കഷ്ടമാണെന്ന്. പിതാവ് പറഞ്ഞു, സഹോദര, ഇത് മരിച്ചുപോയ ആക്സിഡന്റിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് എടുത്തതല്ല. ഇത് ക്രിസ്ത്യാനികളുടെ വാഴ്ത്തപ്പെട്ടൊരു തിരുവോസ്തി. ഇതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പിതാവ് പറഞ്ഞ 1996 ഉണ്ടായ ഈ അത്ഭുതം പരിശുദ്ധ പിതാവ് പരിശോധനയ്ക്കായി കൊടുക്കുന്നത് 1999 ദിവ്യകാരുണ്യത്തിന്റെ, ഈശോയുടെ തുടിക്കുന്ന ഹൃദയത്തിന്റെ ഒരു വലിയ സാക്ഷ്യപത്രമായിട്ട് ഇന്നും ഇറ്റലിയിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പലതരത്തിലും ഈശോ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തുടിക്കുന്ന ഹൃദയത്തിലേക്ക്, എൻ്റെ മുറിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മനുഷ്യമക്കളുണ്ടോ? അതിന് വില്ലിങ്ങായ ആരെങ്കിലും ഒന്ന് നിന്നുകൊടുത്താൽ കർത്താവ് ദിവ്യമായ വെളിപ്പെടുത്തൽ അവർക്ക് കൊടുക്കും. അതാണ് നാം ഈ നിമിഷങ്ങളിൽ കണ്ടത്. മൗറിൻ സ്വീനി കെയിൽ എന്ന് പറയുന്ന വനിതയ്ക്കും ഫ്രാൻസിസ്ക മരിയ എന്ന് പറയുന്ന കർമ്മരീത്ത കന്യാസ്ത്രീക്കും യേശുവിന്റെ സഹനങ്ങളിൽ പങ്കുപറ്റാമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ സിസ്റ്റർ ഫൗസ്റ്റീന അമ്മയ്ക്കും യേശുവിന്റെ മുൾമുടി അടക്കമുള്ള സകല സഹനങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറായ മേരി മാർഗരറ്റ് അലക്കോക്കിനും കർത്താവ് വെളിപ്പെടുത്തിയത് ഇത്രമാത്രമാണ്. നമ്മുടെ കർത്താവിന്റെ ഹൃദയം ലോകത്തിന് വേണ്ടി ഇന്നും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലേക്ക് അവൻ ഹൃദയത്തിൽ നിന്ന് തിരുരക്തവും തിരുജലവും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഈ ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യേശുവിന്റെ ദിവ്യമായ രക്തത്തിലേക്ക് നമ്മെ തന്നെയും ലോകം മുഴുവനെയും പാപത്തിൽ പെട്ടുകിടക്കുന്ന പാവപ്പെട്ട പാപികളായ സകല മക്കളെയും കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ തിരുരക്തം ലോകം മുഴുവനിലേക്ക് ഒഴുകട്ടെ. സാത്താന്റെ ശക്തികൾ ലോകത്തിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. അവസാനം യേശുവിന്റെ ഹൃദയത്തിൽ വിലയം പ്രാപിക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.